മുനമ്പം ഭൂമി കേസിൽ സുപ്രധാന രേഖ 24-ന് തിരുവിതാംകൂർ സർക്കാർ 1901 തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പ് പ്രകാരം മുനമ്പത്തെ തർക്കഭൂമി പുഴ പുറമ്പോക്കാണ്. സെൻട്രൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ച രേഖകളുടെ പകർപ്പാണ് 24 ലഭിച്ചത്. 24 ബിഗ് ബ്രേക്ക്. സർക്കാരിൻ്റെ പുഴ പുറമ്പോക്ക് ഭൂമിയാണ്. അത് കാരണം 1901 സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ അത് പബ്ലിഷ് ചെയ്തത് 1905 അതിനകത്ത് അത് പുഴ പുറമ്പോക്കായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പുറമ്പോക്ക് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പുഴയെന്നും എഴുതിയിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നാം. ശ്യാമ, ഈ രേഖ ഈ ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികളിലും ഇപ്പോൾ നടക്കുന്ന ട്രിബ്യൂണലിലെ നടപടിയിലുമൊക്കെ വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതനുസരിച്ച് ഈ തർക്കപ്രദേശമാകെ ഒരു പുഴ പുറമ്പോക്ക് എന്ന നിലയിലാണോ റവന്യൂ രേഖകളിൽ കാണുന്നത്? ആ നിലയിലാണോ അതിനെ കണക്കിലെടുക്കാൻ കഴിയുക ഇനിയിപ്പോൾ? വിജയകുമാർ, മുനമ്പത്തെ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു രേഖയാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത്. അത് 1901 തിരുവിതാംകൂർ സർക്കാർ തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പാണ്. അത് 1905 പുറത്തു വരുന്നു. ആ രജിസ്റ്റർ പ്രകാരം മുനമ്പത്ത് ഇപ്പോൾ തർക്കഭൂമിയായി കണക്കാക്കുന്ന ആ പ്രദേശം ഏകദേശം 500 ഏക്കറിലധികം സ്ഥലം പുഴപ്പുറമ്പോക്ക് ആണ് എന്ന് അന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ രേഖകൾ പറവൂരിലെ നിലവിലെ താലൂക്ക് ഓഫീസിൽ നിന്നുൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് സെൻട്രൽ ആർക്കൈവ്സിൽ വളരെ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു രേഖ കൂടിയാണ്. അതിന്റെ വിവരാവകാശ നിയമപ്രകാരം എടുത്ത പകർപ്പാണ് നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആ ഭൂമി പുറമ്പോക്ക് ഭൂമിയാണെന്ന്. ഇതേ ആവശ്യം തന്നെയാണ് മുനമ്പത്തെ സമരസമിതിയും ഉന്നയിച്ചിരുന്നത്. അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത്. ഏകദേശം സമരസമിതി പറഞ്ഞ അതേ നിലപാടിനോട് യോജിക്കുന്ന രേഖ, അത് രാജഭരണകാലത്തുള്ള രേഖയാണ്, തിരുവിതാംകൂർ സർക്കാർ തയ്യാറാക്കിയ രേഖയാണ്. പക്ഷേ അത് സെൻട്രൽ ആർക്കൈവ്സിൽ സുരക്ഷിതമായി ഉണ്ടായിരുന്നു. ആ രേഖയുടെ പകർപ്പാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ സിറ്റിംഗിൽ ട്രിബ്യൂണൽ, വഖഫ് ട്രിബ്യൂണൽ ഉൾപ്പെടെ ചോദിച്ചിരുന്നു 1901 ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉണ്ടോ എന്നുള്ളത്. ആ രേഖ സ്വാഭാവികമായും അടുത്ത ദിവസം സിറ്റിംഗ് നടക്കുമ്പോൾ ഇത് ഹാജരാക്കും. മുനമ്പം സമരസമിതി ഉൾപ്പെടെ ഈ രേഖ ഹാജരാക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഈ രേഖ ഹാജരാക്കുന്നതോടുകൂടി ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം തെളിയിക്കപ്പെടാനുള്ള സാധ്യതയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് മുനമ്പം സമരസമിതിയും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ നിലവിലെ സ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ആധികാരിക രേഖ കൂടിയാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടതും അടുത്ത ദിവസം ട്രിബ്യൂണലിന്റെയും കമ്മീഷന്റെയും മുന്നിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതും. യെസ്, തന്നെയുമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ പോകുന്നതും ഈ രേഖ തന്നെയാണ്. 1901 രേഖയുണ്ടോ എന്ന് ട്രിബ്യൂണൽ ചോദിച്ചിരുന്നു. ഇതാണ് ആ രേഖ എന്നീ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇത് പുഴ പുറമ്പോക്ക് എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ ആർക്കൈവ്സിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇനിയുള്ള നിയമ നടപടികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ സാധൂകരിക്കുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ രേഖയിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.